അപ്പോൾ റോബോട്ടിക് ഫിഷിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം നമുക്കിത് ഇതൊരു വാട്ടർ ടാങ്കിലിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതിന് ശേഷം ഏതെങ്കിലും കുളത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് കൂടെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വാട്ടർ ടാങ്കിലിട്ട് ഇതിൻ്റെ മൂവിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൽ ചിറകിന് പുറമെ വെള്ളം പിന്നിലേക്ക് തള്ളാൻ വേണ്ടി ഒരു 2 ലീഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്നിലേക്കുള്ള മൂവ്മെൻറ്റ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് ശരിക്കും ഇത് പരാജയപ്പെട്ട പോലെയാണ്. അതായത് ഇതിൻ്റെ പിന്നിലേക്കാണ് വെയിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ മുൻവശത്തെ തെർമോക്കോളുള്ള ഭാഗം പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇതിലിപ്പോൾ ഈ ചെറിയ ബാറ്ററി വയ്ക്കുമ്പോൾ ഈ ബാലൻസിങ് ശരിയാവാത്തതുകൊണ്ട് ഒരു മുൻവശം പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതിൽ 9 വോൾട്ടിൻ്റെ ഒരു ചെറിയ ഒരു ബാറ്ററി കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായി മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പാടത്ത് തന്നെ നല്ലൊരു കുളമുണ്ട്. അപ്പോൾ എൻ്റെ കസിനും കൂടെ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പാടശേഖരമാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു കുളമുണ്ട്. അപ്പോൾ ഇവിടെ അധികം തിരക്കുമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ കുളത്തിൽ നമുക്ക് വിട്ടതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബാറ്ററി ഏകദേശം കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ബാറ്ററി ഇടാം. അപ്പോൾ ഇത് ഒരു റോബോട്ട് ഫിഷാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായ ഒരു മോഡലാണ്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിൽ നിർമ്മിക്കാവുന്ന ഒരു മോഡലാണ്. വളരെ ലളിതമായ രീതിയിലാണ് നിർമ്മിച്ചിരുന്നത്. പഴയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിച്ചാണ് അതിൻ്റെ ബോഡി നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കൂടി ഇതിൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതിൻ്റെ ഒപ്പം ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.
ഉള്ളിൽ ലീഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പമ്പിങ് ഉണ്ടാവും. അതുകൊണ്ട് ശരിക്കും മൂവ് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് കാല് മാത്രം കൊണ്ട് മൂവില്ല.